നിസ്കാരത്തിൽ ഒരു പുരുഷന്റെ ഔറത്ത് മാ ബൈന സുർറത്തി വറുക്ബതി, പൊക്കിളിനും മുട്ടിനും ഇടക്കുള്ള സ്ഥലമാകുന്നു. നിസ്കാരത്തിൽ ഒരു പുരുഷൻ മറക്കേണ്ട ഔറത്ത് എന്ത് ചോദിച്ചാൽ പൊക്കിൾ മുതൽ മുട്ട് വരെ. വഹാദ ഖൗലുൽ ജംഹൂർ, ഇതാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. മാലിക്കി, ഹനഫി, ഷാഫി മദ്ഹബിലൊക്കെ ഈ അഭിപ്രായമാണ്. ഹംബലിയിലെ ഏറ്റവും പ്രസിദ്ധ അഭിപ്രായവും ഈ അഭിപ്രായം തന്നെയാണ്. അതെ, പൊക്കിളിനും മുട്ടിനും ഇടയിൽ. അതെ, അപ്പം മുട്ട് മറക്കണോ പൊക്കിൾ മറക്കണോ ശേഷം പറ്റുന്നുണ്ട്. ഉമൂമിൽ ആയത്തി സാബിഖ, തെളിവെന്താണ്? നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ പൊതുവായ അധ്യാപനം. യാ ബനി ആദമ ഖുദൂ സിനതക്കും ഇൻദ കുല്ലി മസ്ജിദ്. കഴിഞ്ഞ ദിവസം പഠിച്ചു നമ്മൾ. എല്ലാ നിസ്കാര സമയത്തും നിങ്ങൾ അലങ്കാരം സ്വീകരിക്കണം. ആ ആയത്താണ് ഇതിന് തെളിവ്. വഖൗലുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വാക്കുമാണ് തെളിവ്. ജാബിർ ഇബ്നു അബ്ദില്ല, ജാബിർ ഇബ്നു അബ്ദില്ലയോട് നബി തങ്ങൾ പറഞ്ഞു, ലമ്മാ സ്വല്ല, ജാബിർ ഇബ്നു അബ്ദില്ല നിസ്കരിച്ചു, വഅലൈഹി സൗബുൻ, അദ്ദേഹത്തിന് മേൽ ഒറ്റ വസ്ത്രമാണുള്ളത്, ഖദ് ഇസ്തമല ബിഹി, അതുകൊണ്ട് ഒന്നാകെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒറ്റ വസ്ത്രം ഉള്ളൂ. ആ വസ്ത്രം ആകെ പൊതിഞ്ഞിട്ട് അദ്ദേഹം ഇസ്തമല ബിഹി. ആ ഇസ്തിമാൽ എന്തായിരുന്നു? നബി ഇമാമൊക്കെ പറഞ്ഞ് കാണാം, ആ വസ്ത്രം കൊണ്ട് ഒന്നാകണ്ട് പൊതിഞ്ഞതാണ്. കൈയടക്കം ഉള്ളിലായിക്കൊണ്ട്, കൈയൊന്നും പുറത്തേക്കാവാതെ നമ്മൾ സാധാരണ പുതപ്പോടൊക്കെ കണ്ട് പുതക്കണ പോലെ ഒറ്റ വസ്ത്രം കൊണ്ട് ഒന്നാകെ ചുറ്റിപ്പൊതിഞ്ഞുകൊണ്ട് അദ്ദേഹം നിസ്കരിച്ചു. ഇത് കണ്ടപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇൻകാന വാസിഅൻ ഫൽതഹിഫ് ബിഹി, ഈ ഒറ്റ വസ്ത്രമുള്ളതിലേക്ക് വിശാലമായതാണ് എങ്കിൽ, ഒന്നാകെ പൊതിയാൻ മാത്രമൊക്കെ വലിപ്പമുള്ള വസ്ത്രമാണ് എങ്കിൽ നീ അതുകൊണ്ട് ചുറ്റിപ്പൊതിഞ്ഞോ. വൈകാന ലൊയ്യിഖൻ, അല്ല അതിന് മാത്രമില്ല, ഒരു ഇടുങ്ങിയ വസ്ത്രമാണ് എങ്കിൽ ഫത്തസിർ ബിഹി, നീ അതിനെ അരവസ്ത്രമായി ധരിച്ചോ, തുണിയായിട്ട് ഉടുത്തോ. ഒന്നാകെ പൊതിയാൻ മാത്രം തികയില്ല, എന്നാൽ പിന്നെ അത് തുണിയായിട്ട് നീ ഉടുത്തോ. അല്ല, ഒന്നാകെ പൊതിയാൻ മാത്രം ഉണ്ടെങ്കിലോ നീ അതൊന്നാകെ ചുറ്റിപ്പൊതിഞ്ഞോ എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ ഫത്തസിർ ബിഹി എന്ന് പറഞ്ഞു, ഇസാറായി സ്വീകരിച്ചോ. ഇസാർ എന്ന് പറയാൻ സാധാരണ നമ്മൾ അരമ്പലിങ്ങനെ കുത്തി ഉടുക്കുന്ന ഈ തുണി, ഈ നിലക്കുള്ള വസ്ത്രങ്ങൾക്ക് സാധാരണ ഇസാർ എന്ന് ഉപയോഗിക്കുക. അപ്പം ഇത് ഉടുത്താൽ സാധാരണ മറിഞ്ഞത് പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗത്തുള്ള സാധാരണ അറിയാം. അപ്പം അതേ നിർബന്ധമുള്ളൂ, അതേ ഷർത്തുള്ളൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. ഒമിനൽ മഅലൂമി അന്നൽ ഇസാറ യകൂനു വസ്തൽ ഇൻസാനി മിൻ സുർറത്തി ഇലാ റുക്ബതൈഹി. സാധാരണഗതിയിൽ ഇസാർ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മധ്യഭാഗത്തുണ്ടാവുക, പൊക്കിൾ മുതൽ ആരംഭിച്ച് ഒരു മുട്ട് വരെ അല്ലെ താഴ്ത്തുക, അതാണ് ഇസാർ എന്ന് പറയുക. ഫത്തസിർ ബിഹി, നീ ഇസാറായി സ്വീകരിച്ചോ എന്ന് നബി പറഞ്ഞപ്പോൾ ഇതാണ് മിനിമം ഒരാൾക്ക് മറക്കൽ ബാധ്യതയായത് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം. നിങ്ങൾ സംശയത്തിന് മറുപടി അടുത്തത് 1440 അർ-റുക്ബത്തു വസ്സുറ, പൊക്കിളും മുട്ടും ലൈസത്താ മിൻ ഔറ, അത് രണ്ടും ഔറത്തിൽപ്പെട്ടതല്ല. അല്ലത്തി യജിബു അലർ റജുലി സത്റുഹാ ഫിസ്സലാ, നിസ്കാരത്തിൽ അത് മറക്കൽ നിർബന്ധമാണോ? അല്ല. ലിഅദമി ദലീലി അലാ വുജൂബി സത്രിഹിമാ, അത് രണ്ടും മറക്കൽ വാജിബാണ് എന്നതിന് പ്രത്യേകം തെളിവില്ലാത്തതിനാൽ എന്നാണ്. അതിന് വ്യത്യസ്തമായ ചർച്ചകളൊക്കെ ഉണ്ട്, താഴെ കൊടുത്ത് കാണാൻ കഴിയും. അതുപ്രകാരം പൊതുവെ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് തന്നെയാണ്. ഷാഫി മദ്ഹബിൻ്റെയും പ്രബലമായ അഭിപ്രായം അത് തന്നെയാണ്. പൊക്കിളിനും മുട്ടിനും ഇടയിൽ എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് മുട്ടൊരൽപ്പം മുട്ടിന് താഴ്ഭാഗദേശം വെളിവായി, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാ ചോദിച്ചാൽ ഇല്ല. പൊക്കിൾ മറിഞ്ഞിട്ടില്ല എങ്കിലും നിസ്കാരം ബാത്തിലാകുമോ? ഇല്ല. വക്കല മാ ഫൗഖ സുറത്തി, അതേപോലെ പൊക്കിളിന് മീരെയുള്ളതും നിർബന്ധമില്ല. വമാ തഹത റുക്ബ, മുട്ടിന് താഴെയുള്ളതും ലൈസ മിൻ ഔറ, അത് അവിടത്തല്ല. വഹാദാ മുജ്മഉൻ അലൈഹി, അതാവട്ടെ ഇജ്മാ ഉള്ള കാര്യമാണ് താനും. പൊക്കിളിന് മീരെ മറക്കൽ അവിടത്തല്ല, മുട്ടിന് താഴെയുള്ളതും അവിടത്തല്ല. പൊക്കിളിനും മുട്ടിനും ഇടയിലുള്ളതാണ് നിർബന്ധമായ അവിടത്ത്. പൊക്കിളും മുട്ടും അവിടത്തിൽ പെടുമോ ഇല്ലേ, അത് വ്യത്യാസമുണ്ട്. പൊതുവെ പ്രബലമായ അഭിപ്രായം അത് അവിടത്തല്ല എന്ന് തന്നെയാണ്. താഴെ നമ്പർ 1 നോക്കി. ഫി റഹ്മത്തുൽ ഉമ്മ അൽ ഇത്തിഫാഖ് അല അന്ന സുർറത്ത് മിർ റജുലി ലൈസത് ഔറ, പുരുഷന്റെ പൊക്കിൾ അവിടത്തല്ല. വഫീമാ ദക്കറഹു നദറുൻ, എന്നാൽ അതിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഫഇൻദ അഹ്മദ് ഫി റിവായത്തിൻ വവജു ഇൻദ ഷാഫിഇയ്യ അന്നഹ ഔറ, ഇമാം അഹ്മദിന്റെ ഒരു റിവായത്ത് പ്രകാരവും ഇമാം ഷാഫി മദ്ഹബിലെ ഒരു വജ്ഹ് പ്രകാരവും ഇത് ഔറത്താണ്. എന്നാൽ മശ്ഹൂർ ഇൻദ ഷാഫിഇയ്യത്തി വഇൻദ ഹനാബിലത്തി അന്നഹ ലൈസത് ഔറ, ഷാഫി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായവും ഹംബലി മദ്ഹബിലെ പ്രസിദ്ധമായ അഭിപ്രായവും ഇത് ഔറത്തല്ല എന്നാണ്. നബി ഇമാമിന്റെ ശറഹ് മുഹദ്ദബ് നോക്കുക എന്നാണ് അദ്ദേഹം അവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ അഭിപ്രായമുണ്ട്.
ചിലർ പറഞ്ഞു പൊക്കിളും മുട്ടും കൂടെ അവിടത്തിൽ ഉൾപ്പെടും, ചിലർ പറഞ്ഞു അല്ല അത് രണ്ടും അവിടത്തിൽ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അല്ലാഹു അഅലം. എന്നാൽ യുസ്തഹബ്ബു സുന്നത്താണ് അയുസല്ലിയ റജുലു ഫീ സൗബൈനി, പുരുഷനാണെങ്കിൽ 2 വസ്ത്രത്തിൽ നിസ്കരിക്കൽ സുന്നത്താണ്. ഷർത്ത് ഒറ്റ വസ്ത്രം, പൊക്കിൾ മുതൽ മുട്ട് വരെ. എന്നാൽ നിസ്കരിക്കേണ്ട ഏറ്റവും അഫ്ളൽ എന്താണ്? അവിടുത്തെ മറക്കുക, അതോടൊപ്പം പിരടിയും മറക്കുക. വഹാദാ മുജ്മഉ, ഇത് സുന്നത്താണെന്ന കാര്യത്തിൽ ഇജ്മാഉണ്ട്. വഇൻ സല്ലാ ഫീ സൗബിൻ വാഹിദിൻ, എന്ന ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിച്ചാലോ അജ്സഅഹു ദാലിക, അതവന് മതിയാകും. നിസ്കാരം സ്വഹിയാവലാൻ പറ്റും. ഒരു തോർത്തുടുത്തുള്ള നിസ്കരിച്ചു, ഒരു തോർത്തുമുടുത്തിട്ട് നിസ്കരിച്ചു, പൊക്കിൾ മുതൽ മുട്ട് വരെ മടഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ ട്രൗസർ നിസ്കരിച്ചു, നിസ്കാരം സ്വഹിയാകുമോ? സ്വഹിയാകും. നിസ്കരിക്കേണ്ടത് അങ്ങനെയാണോ? അല്ല. സൗകര്യമുണ്ടെങ്കിൽ അയാൾ ഒരു വസ്ത്രം പിരടിയും കൂടി ഇടുകയാണ് വേണ്ടത്. വഹാദ ഖൗലു ആമ്മത്തി അഹ്ലിൽ ഇൽമി, പൊതുവേ പണ്ഡിതന്മാരുടെ അഭിപ്രായം അത് മതിയാകുമെന്നാണ്. ലാകിൻ യുസ്തഹബ്ബു ലഹു തഖ്തിയത്തുൽ ആതിഖി, എന്നാൽ പിരടി കൂടി മറക്കൽ അവന് സുന്നത്താണ്. ഉഹമാ ബൈന കത്തിഫി വൽ ഉനുഖി, കഴുത്തിൻ്റെയും 2 ഷോൾഡറിനും ഇടയ്ക്കുള്ള ഭാഗം, അതിനാണ് ആതിഖ് എന്ന് പറയാം, പിരടി, അതുകൂടി മറക്കൽ അവന് സുന്നത്താണ്. ലിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുസല്ലിയന്ന അഹദുക്കും ഫി ثൗബിൽ വാഹിദി അലാ ലൈസ അലാ ആതിഖിഹി മിൻഹു ഷൈഉൻ, അവൻ്റെ ചുമലുകളിൽ ഒന്നുമില്ലാതെ ഒറ്റ വസ്ത്രത്തിലായിക്കൊണ്ട് നിങ്ങൾ ഒരാൾ നിസ്കരിക്കരുത് എന്ന നബിയുടെ വാക്കാണ് തെളിവ്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൽ ലാ യുസല്ലിയന്ന, നിങ്ങൾ നിസ്കരിക്കുകയേ ചെയ്യരുത്. അപ്പം അതിൻ്റെ ബാഹ്യാർത്ഥ പ്രകാരം ഇത് നിർബന്ധം വരൂലെന്നാണ്. സുന്നത്താണ് ഇങ്ങനെ പറയില്ലല്ലോ, നിങ്ങളാടും ഇതില്ലാതെ നിസ്കരിക്കരുത് എന്ന് പറയുമ്പോൾ നിസ്കരിക്കാൻ പറ്റൂല, അത് ഹറാമാണ്, അപ്പം നിനക്ക് നിർബന്ധമാണ് എന്നല്ലേ വരിക. അതാണ് ബാഹ്യാർത്ഥം ഈ ഹദീസ് മാത്രമാണെങ്കിൽ. പക്ഷേ നേരത്തെ പറഞ്ഞ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് ഹദീസ് അപ്പുറത്തുണ്ട്. നബി പറഞ്ഞല്ലോ ഒറ്റ വസ്ത്രമാണെങ്കിൽ, വിശാലമാണെങ്കിൽ ഒന്നാകെ ചുറ്റിപ്പൊതിഞ്ഞോ, അതല്ല കുറവാണെങ്കിൽ നീ അരവസ്ത്രമായി ധരിച്ചോ എന്ന് പറഞ്ഞു. അപ്പം അവിടെ ചുമല് മറയുമോ? മറയൂല. അപ്പം ഇതെന്ത് മനസ്സിലായി? ഈ പറഞ്ഞത് നിർബന്ധം എന്ന അർത്ഥത്തിലല്ല. അതാണ് വഹാദാ ഖൗലുൽ ജംഹൂർ, അല്ല റവാഹുൽ ബുഖാരി മുസ്ലിം വലൈസ ദാലിക ബിവാജിബ്, ഇത് വാജിബല്ല. വഹാദാ ഖൗലുൽ ജംഹൂർ, വാജിബല്ല എന്നാണ് ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം. ഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ഇബ്നു അബ്ദുല്ലാഹ്, ജാബിർ അബ്ദുല്ലയോട് നബി തങ്ങൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ വാക്ക്, അതാണതിന് തെളിവ്. വല്ലാഹു അഅലം. അവിടെ നബി തങ്ങൾ ഇദാ വാസിയൻ ഫഖാലിഫ് ബൈന തറഫൈഹി വഇദാ കാന ദയ്യിഖൻ ഫസ്തുദു അലാ ഹിഖ്ബിക, ഇടുങ്ങിയതാണെങ്കിൽ നിന്റെ അരയിൽ നീ അത് കെട്ടുക എന്ന് നബി തങ്ങൾ പറഞ്ഞു. റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഹിഖ്ബ് എന്ന ഊരക്കട ഹിഖ്ബ് എന്നറിയാം. നിന്റെ ഊരയിൽ നീ അത് കെട്ടുക എന്ന് പറഞ്ഞാൽ അരവസ്ത്രമാക്കി ഉടുക്കുക എന്നർത്ഥം. അപ്പോൾ നിർബന്ധമായും മറക്കേണ്ട ഔറത്ത് എന്നത് പുരുഷന് പൊക്കിൾ മുതൽ മുട്ടുവരെയുള്ള ഭാഗമാണ്. എന്നാൽ അതിൻ്റെ കൂടെ ചുമലിൽ ഒരു എന്തെങ്കിലും മറവുണ്ടാവൽ അഭികാമ്യമാണ്, അത് വാജിബല്ല എന്ന ഗൗരവമായി നബി കാര്യം പറഞ്ഞിട്ടുമുണ്ട്. വഅലൈഹി, അതുപ്രകാരം ഫലൗ സ്വല്ല റജുലു ഫീ ഇസാരിൻ, ഒരു പുരുഷൻ ഒരു തുണി ഉടുത്തുകൊണ്ട് നിസ്കരിച്ചു, ഔ സറാവീൽ, അല്ലെങ്കിൽ പാൻ ഇട്ടുകൊണ്ട് നിസ്കരിച്ചു, തുഗത്തി മാ ബൈന സുറത്തിഹി വറുക്ബത്തിഹി, അവൻ്റെ പൊക്കിളിനും മുട്ടിനും ഇടയിലുള്ളത് മറയുന്ന വിധമുള്ള ഒരു തുണിയോ ഒരു പാൻറ്റോ ഒക്കെ ധരിച്ചുകൊണ്ടാണ് നിസ്കരിച്ചാൽ സ്വഹത്ത് സ്വലാത്തുഹു, നിസ്കാരം സ്വഹിയാണ്. വകദാലിക ലൗ സ്വല്ല ഫിൽ ലിബാസി അല്ലദീ യുശ്ബിഹു സറാബീൽ, ഇനി പാൻറ്റിനോട് സാദൃശ്യമുള്ള വസ്ത്രങ്ങളാണെങ്കിലും വയുസമ്മ ബന്താൽ ഔ ബന്തലൂൻ എന്നൊക്കെ പറയുന്ന, അതായത് ഈ ട്രൗസറുകൾ, ട്രൗസറാണ്, അതായത് പാൻറ്റ് പോലുള്ള പിന്നെ അത്തരം ചെറിയ പാൻറ്റ്, അതിലേക്ക് ബന്തലൂൻ എന്നൊക്കെ പറയാം, ട്രൗസർ, അത്തരം ഇതൊക്കെ ധരിച്ചുകൊണ്ടാണ് നിസ്കരിച്ചു. അത് ധരിച്ചാൽ സുജൂദ് ചെയ്യാനും ഇരിക്കാനും ഈഴ്ത്തിദാലിനും ഒക്കെ സൗകര്യമുണ്ട് താനും. ചിലതെടുത്താൽ പിന്നെ റുക്കുക്ക് പോകാൻ കഴിയില്ല, പോയ എണീക്കാൻ കഴിയില്ല, ആ ഇതൊക്കെ ഉണ്ടാവും. അതല്ല, ഇത് ധരിച്ചാൽ പോലെ സുജൂദ് ചെയ്യാനും എണീക്കാനൊക്കെ പറ്റുകയും ചെയ്യും. ആ നിലക്കൊക്കെ ആണെങ്കിൽ സുജൂദിലോ അവിടുത്തെ നിന്നും വെളിവാകുന്നുമില്ല എങ്കിൽ അവിടെ നിസ്കാരം സ്വഹിയാവും. ചിലപ്പോൾ സുജൂദ് കാണാൻ പോയാൽ ബാക്കൊന്നാകണ്ട് കീഞ്ഞിറങ്ങും, മൊത്തം കാണും. അതല്ല, അങ്ങനൊന്നും അവിടുത്തെ വെളിവാകാത്തതും റുക്കോഴും സുജൂദിനും ഇരുത്തത്തിനുമെല്ലാം സൗകര്യപ്പെടുന്നതുമായ പാൻറ്, ട്രൗസർ, ഒരു തുണി, ഇതൊക്കെ ധരിച്ചുകൊണ്ട് ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം
സ്വഹിയാവും. എന്നാൽ വകുല്ലമാ കാന സൗബു, അടുത്ത 452-ാമത്തെ മസ്അല, വകുല്ലമാ കാന സൗബു യസ്തുറു അക്സറ ജിസ്മി റജുലി ഫഹുവ ഔലാ. എന്നാൽ ഒരാളുടെ ശരീരം എത്ര അധികം മറയുന്ന വസ്ത്രമാണോ അത്രയും അത് നല്ല കാര്യമാണ്. ഇത് ഏറ്റവും മിനിമമാണ് ഈ പറഞ്ഞത്. എന്നാൽ ഒരാൾ നല്ല തുണിയും നല്ല കുപ്പായക്കെട്ട് ഒരു മാന്യമായ വേഷം ധരിച്ച് ആ മട്ടമ്പോൾ സ്കരിക്കുകയാണെങ്കിലോ അതാണ് ഏറ്റവും ശ്രേഷ്ഠം, തർക്കമൊന്നുമില്ല. യൻഹു അക്മലു ഫി സീന, അതാണല്ലോ സീനത്തിന്റെ പരിപൂർണത. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ് ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്, സീനത്ത് നിങ്ങൾ സ്വീകരിക്കണം. അപ്പൊ സീനത്ത് എന്താണ്? സാധാരണ കല്യാണത്തിന് പോകുകയാണെങ്കിൽ ഒരു കുപ്പായുടെ നമ്മൾ പോകൂല. നമ്മൾ കഴിഞ്ഞ പറഞ്ഞു ഇബ്നു ഉമർ നാഫിയോട് ചോദിച്ചത്, ഒരാളെ കാണാൻ പറഞ്ഞയച്ചാൽ ഇതൊരുത്തി നീ പോകുമോ ചോദിച്ചു, ഇല്ലാന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അള്ളാഹിന്റെ അടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എനിക്ക് അതിന് അർഹതപ്പെട്ടത് എന്ന് ചോദിച്ചു. അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഒരാൾ എത്ര കണ്ട് മറയുന്നുവോ അത് അയാൾക്ക് നല്ലതാണ്. അള്ളാഹു തആല ബിഅഖ്ദി സ്വലാ, നിസ്കാരത്തിൽ സീനത്ത് സ്വീകരിക്കാനാണ് അള്ളാഹു തആല പറഞ്ഞത്. യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. വലിമാ റവൽ ബുഖാരിയു, ഈ ആയത്ത് തെളിവാണ്. വലിമാ റവൽ ബുഖാരിയു, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസും തെളിവാണ്. അൻ അബീ ഹുറൈറ ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു പറയുന്നു, ഖാമ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ നബിയുടെ അടുത്തേക്ക് വന്നു. ഫസഅലഹു അനി സ്വലാത്തി ഫി സൗബിൽ വാഹിദ്, അദ്ദേഹം നബിയോട് ചോദിച്ചു, നബിയെ ഒറ്റ വസ്ത്രം ധരിച്ച് നിസ്കരിക്കാമോ, ഒറ്റ വസ്ത്രം ധരിച്ചുകൊണ്ട് നിസ്കരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഫഖാൽ, അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, അവ കുല്ലുക്കും യജിദു സൗബൈൻ, നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് വസ്ത്രമുണ്ടോ? അയാൾക്കാകെ വസ്ത്രമേ ഉള്ളൂ, അല്ലാതെ വസ്ത്രമില്ല. അപ്പൊ അത് നിസ്കരിക്കാൻ പറ്റുമോ ചോദിക്കണേ. അപ്പൊ നബിക്ക് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ല അർത്ഥം. കാരണം എന്താ, ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വേറെ വഴിയൊന്നുമില്ല. അപ്പൊ എന്തിനാ പറഞ്ഞ ചോദിക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും രണ്ട് വസ്ത്രം ഉണ്ടോന്ന്. അതാണ് അവ കുല്ലക്കും യജിദു സൗബൈൻ, നിങ്ങൾ എല്ലാവർക്കും രണ്ട് വസ്ത്രമുണ്ടോ? ഉമറ, പിന്നെ ആ മനുഷ്യൻ ഉമർ ഖത്താബിനോട് പോയി ചോദിച്ചു. നബി ഇത് പറഞ്ഞു. അപ്പൊ മൂപ്പര് നേരെ ഉമർ ഖത്താബിനടുത്ത് പോയിട്ട് ചോദിച്ചു, അല്ല ഒറ്റ വസ്ത്രം നിസ്കരിക്കാൻ പറ്റുമോ? ഫഖാൽ, അപ്പൊ ഉമർ ഖത്താബ് പറഞ്ഞു, ഇദാ വസ്അല്ലാഹു ഫഔസിഉ, അല്ലാഹു നിങ്ങൾക്ക് വിശാലത തന്നാൽ നിങ്ങളും വിശാലത കാണിക്കുക. അപ്പൊ അല്ലാഹ് ആകെ ഒറ്റ വസ്ത്രം തന്നിട്ടുള്ളൂ, അത് നിസ്കരിച്ചോളി. അല്ല രണ്ടെണ്ണം എടുക്കുക, അല്ലാഹ് വകുപ്പ് തന്നോ, ഞങ്ങൾ രണ്ടെണ്ണം എടുത്തു. അല്ലാഹ് വിശാലത തന്നാൽ നിങ്ങളും വിശാലത കാണിക്കുക. ജമഅ റജുലൻ സിയാബഹു, സ്വല്ല റജുലുൻ ഫി ഇസാരിൻ വരിദാഇൻ, ഫി ഇസാരിൻ വഖമീസിൻ, ഫി ഇസാരിൻ വഖുബാഇൻ, ഫി സറാബിൽ വരിദാഇൻ, ഫി സറാബിൽ വഖമീസിൻ, ഫി സറാബിൽ വഖുബാഇൻ, ഫി തുബാനിൻ വഖുബാഇൻ, ഫി തുബാനിൻ വഖമീസിൻ, ഖാൽ വഹ്സബു ഖാൽ ഫി തുബാനിൻ വരിദാഇൻ. അല്ലാഹു തആല ഒരാൾക്ക് ഏതൊക്കെ വസ്ത്രങ്ങൾ കൊടുത്തത് അതൊക്കെ ധരിച്ചോ നിസ്കരിച്ചോട്ടെ. അത് കുപ്പായമാകാം, പാൻറ്റും കുപ്പായമാവാം, തുണിയും കുപ്പായവുമാവാം, ട്രൗസറും കുപ്പായവുമാകാം, അതേപോലെ തുണിയും ഒരു മേൽ തട്ടവുമാകാം. ഏതാണോ അല്ലാഹു തന്നത് അതൊക്കെ അല്ലാഹ് വിശാലത തന്നതിനനുസരിച്ച് നിങ്ങളും വിശാലത കാണിക്കുക. അപ്പൊ അതൊക്കെ എല്ലാം മട്ടമ്പോൾ ധരിച്ച് നിസ്കരിക്കാൻ മാത്രം വകുപ്പുണ്ടോ? നല്ല നല്ല തുണിയൊക്കെടുത്ത് നല്ല കുപ്പായൊക്കെട്ട് നല്ലൊരു മട്ടമ്പോൾ നല്ല വേഷം സ്വീകരിച്ച് നിസ്കരിക്കാൻ മകനുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു.